നീളെ തുഴഞ്ഞ ദൂരങ്ങൾ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയധികം വൈവിധ്യപൂർണമായ വകുപ്പുകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥനെന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും. അവരിൽ തന്നെ തങ്ങളുടെ ദീർഘവും വൈവിധ്യവുമാർന്ന അനുഭവ സമ്പത്തിനെ പൊതുസമൂഹത്തിലേക്ക് പകർന്നു നൽകുന്ന രീതിയിൽ എഴുത്തിലോ പ്രഭാഷണത്തിലോ ഉണ്ടായിരുന്നവരും ചുരുക്കമാണ്. അതിൽ തന്നെ നിർഭയത്വത്തോടുകൂടി തുറന്നെഴുത്തുകൾ നടത്തിയിട്ടുള്ള ആളുകളും വിരലിൽ എണ്ണാൻ കഴിയുന്ന ആളുകളാണ്. പൊന്നാനി MBS കോളേജിൻ്റെ ധീരനായ പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ സ്വകാര്യ അഹങ്കാരത്തോടു കൂടിയാണ് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഈ ഒരു ചടങ്ങിന് ഇവിടെ സംഘാടകത്വം വഹിക്കുന്നത്. പ്രിയപ്പെട്ട അബ്ദുൽ ലത്തീഫിൻ്റെ നീളെ തുഴഞ്ഞ ദൂരങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ 3-ാം പതിപ്പ് ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നു. ഏറെ കോളിളക്കം സൃഷ്ടിച്ച തുറന്നു പറച്ചിലുകളും തുറന്നെഴുത്തുകളും ഉണ്ടാവുകയും കോടതി വരെ കയറുകയും ചെയ്ത മെഡിക്കൽ കോളേജിൽ നടന്ന ഒരു സർജറി ഉൾപ്പെടെയുള്ള വിവാദ വിഷയങ്ങളെല്ലാം നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകും. ഇതുപോലെ ഒട്ടേറെ തുറന്നെഴുത്തുകൾ നടത്തി പൊതുസമൂഹത്തിന് സർക്കാർ സർവീസ് സംവിധാനങ്ങളിലെ സങ്കീർണതയെപ്പറ്റിയും അതിൽ നിലനിൽക്കുന്ന വെല്ലുവിളികളെ പറ്റിയും ഈ അർത്ഥത്തിലുള്ള ഒരു പകർന്നു നൽകിയ അപൂർവമായിട്ടുള്ള ഒരു സൃഷ്ടിയാണ്. മതനിരപേക്ഷതയുടെ വിട്ടുവീഴ്ചയില്ലാത്ത കാവലാണ്. സാർവദേശീയ മാനവികതയ്ക്ക് വേണ്ടി എഴുതിയും പറഞ്ഞും മലയാള നാടിന് വഴിവിളക്ക് തെളിച്ച പ്രഭാഷകൻ, എഴുത്തുകാരൻ, വിഭാഗീയതയുടെ കാലത്ത് ചേർന്നു നിൽപ്പിൻ്റെ ഐന്ദ്രജാലിക സമവാക്യങ്ങൾ അവതരിപ്പിച്ച സാംസ്കാരിക സാന്നിധ്യം KN സർ ഈ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നു. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ദീർഘകാലം നമ്മുടെ കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്ന ബഹുമാനായ സഗീർ ഖാദ്രി സാറേയും ക്ഷണിക്കുന്നു. നീളെ തുഴഞ്ഞ ദൂരങ്ങൾ എന്ന ഈ പുസ്തകത്തിൻ്റെ 3-ാം പതിപ്പ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നു. താങ്ക് യു സർ. നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ഏറെ ആദരവോടെ KN സാറിനെ ക്ഷണിക്കുന്നു. സാധാരണഗതിയിൽ ഒരു സർവീസ് സ്റ്റോറി പൊതുവിൽ വരേണ്ടതായിരിക്കും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി അബ്ദുൽ ലത്തീഫ് മാറഞ്ചേരിയുടെ നീളെ തുഴഞ്ഞ ദൂരങ്ങൾ എന്ന സർവീസ് സ്റ്റോറി ആവിധം വരേണ്ടതല്ല എന്നുള്ളതിന് നിരവധി തെളിവുകളുണ്ട്. അതിൽ ഔപചാരികമായി പരിഗണിക്കപ്പെടാവുന്ന ഒരു പുസ്തകത്തിൻ്റെ ഏറ്റവും കൂടുതൽ കോപ്പികൾ വിറ്റഴിക്കപ്പെടുക എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു മാനദണ്ഡമല്ല. എങ്കിൽ തന്നെയും ഈ കൃതിയുടെ 3-ാമത്തെ പതിപ്പ്, ആ പതിപ്പിൻ്റെ പ്രകാശനമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. അതിന് പുറമെ ഈ കൃതിയുടെ ആമുഖത്തിൽ ചൂണ്ടിക്കാണിച്ച പോലെ ഇതൊരു പകർത്തിയെഴുത്തല്ല, ഇതൊരു പൊളിച്ചെഴുത്താണ്. ഇതൊരു അടച്ചുവെക്കലല്ല, ഇതൊരു തുറന്നുവെക്കലാണ്. ഇത് അധികാരത്തിന് കീഴ്പ്പെട്ടുള്ള കുനിഞ്ഞു നിൽക്കലല്ല, ഇത് നിവർന്നു നിൽപ്പാണ്. ആ അർത്ഥത്തിൽ ഇതൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗ മണ്ഡലത്തിൽ ദീർഘകാലം ജോലി ചെയ്ത ഒരാളുടെ തൊഴിൽപരമായ അനുഭവങ്ങളുടെ കേവലമായ ആവിഷ്കാരം എന്ന അർത്ഥത്തിൽ ചുരുക്കി കാണുന്നതിന് പകരം എന്നും നാം സ്വപ്നം കാണുന്ന മലയാളി പ്രബുദ്ധതയുടെ ഒരു പ്രകടന പത്രിക എന്ന രീതിയിൽ ഈ കൃതിയെ നോക്കിക്കാണുന്നതിനാണ് ഞാൻ ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ താല്പര്യപ്പെടുന്നത്. വളരെ അഭിമാനത്തോടെയാണ്, ആഹ്ലാദത്തോടെയാണ് ഈ സർവീസ് സ്റ്റോറിയുടെ 3-ാം പതിപ്പ് ഈ പ്രബുദ്ധ സദസ്സിൻ്റെ മുമ്പിൽ വെച്ച് പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുമ്പോൾ തന്നെ അതിനോട് കൂട്ടിച്ചേർത്ത് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഈ കൃതിയുടെ ഒരു പ്രകാശനം എന്ന് നമ്മൾ പറയുമ്പോൾ
അത് കൂടുതൽ കൂടുതൽ വായനക്കാരിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമല്ല, ഈ വായനയിൽ നിന്ന് നമുക്ക് എന്ത് വെളിച്ചമാണ് ലഭിക്കുന്നത്, ആ വെളിച്ചത്തെ നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള പ്രയോഗമായിട്ടാണ് മാറ്റുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങൾ, ആ സർക്കാർ സ്ഥാപനങ്ങളിൽ ഈ സർവീസ് സ്റ്റോറി പറയുന്നത് പോലെ തന്നെ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനോപകാരപ്രദമായി രാവ് പകല് നോക്കാതെ കഠിനാധ്വാനം ചെയ്യുന്ന സത്യസന്ധരായ എത്രയെത്രയോ ഉദ്യോഗസ്ഥർ നമുക്കുണ്ട്. അവരെ നാം ഉയർത്തിപ്പിടിക്കണം. അതേസമയം തന്നെ ആവിധം തങ്ങൾ ചെയ്യുന്ന ജോലിയോട് വേണ്ടത്ര ആഭിമുഖ്യം പുലർത്താത്ത, സത്യസന്ധത പുലർത്താത്ത ആളുകളും മുമ്പുമുണ്ട്, ഇന്നുമുണ്ട്. അത് സാമൂഹ്യമായി അടയാളപ്പെടുത്തപ്പെടണം. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് ആശുപത്രി, അങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ആശുപത്രി മാത്രമല്ല, സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ, കളക്ടറേറ്റ് ഉൾപ്പെടെ ഏറ്റവും നിർണായകമായ തൊഴിൽ മണ്ഡലങ്ങളുടെ സമീപത്ത് തന്നെ ആ തൊഴിൽ കേന്ദ്രങ്ങളെ നിരീക്ഷിക്കുന്ന ജനകീയ കൂട്ടായ്മകൾ രൂപപ്പെട്ട് വരേണ്ടതുണ്ട്. ആ കൂട്ടായ്മകളുടെ ദൗത്യം ഏറ്റവും നന്നായി സത്യസന്ധമായി ജോലി ചെയ്യുന്നവരെ ജനകീയമായി ആദരിക്കുകയും ആവിധം ജോലി ചെയ്യാത്തവരെ ജനകീയ വിചാരണ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാവുന്നതാണ്. പക്ഷേ ആ അർത്ഥത്തിലല്ലെങ്കിലും കൊള്ളരുതായ്മകൾ നടത്തുന്ന, ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു ഉദാഹരണമൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നനഞ്ഞു പോവും. ആശുപത്രിയിൽ വളരെ പ്രയാസപ്പെട്ട്, അതും ജീവകാരുണ്യ പ്രവർത്തനത്തിലൊക്കെ നിരന്തരം വ്യാപരിച്ചൊരു മനുഷ്യൻ എത്രയെത്രയോ ആളുകളെ, വീണ് കിടക്കുന്ന മനുഷ്യരെയൊക്കെ എടുത്തിട്ട് സമയത്തിന് ആശുപത്രിയിലൊക്കെ എത്തിച്ച് വേണ്ട ചികിത്സ നൽകാൻ നേതൃത്വം നൽകുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തകൻ, അയാൾക്ക് രോഗം ബാധിച്ചിട്ട് ആശുപത്രിയിൽ വരുമ്പോൾ ഓപ്പറേഷന് പൈസ കൊടുക്കാനില്ലാത്തതുകൊണ്ട്, സത്യത്തിൽ പണം കൊടുക്കേണ്ട കാര്യമില്ല, അത് ഡോക്ടറുടെ വീട്ടിൽ ചെന്ന് കൊടുക്കാത്തതുകൊണ്ട് ഓപ്പറേഷൻ നീട്ടിവെക്കുകയും, നീട്ടിവെച്ചിട്ട് പിന്നെ പലരും ഇടപെട്ടിട്ട് അവസാനം ഓപ്പറേഷൻ ചെയ്യാൻ നിർബന്ധിതമായപ്പോൾ അനസ്തേഷ്യ കൊടുക്കാതെ പരമാവധി വേദന ഉണ്ടാക്കുകയും അപ്പോൾ പോലും അത് മുഴുവൻ വൃത്തിയായിട്ട് ചെയ്യാതിരിക്കുകയും ഒക്കെ ചെയ്ത അനുഭവങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, 1956 ഐക്യകേരളം രൂപപ്പെട്ടെങ്കിലും സത്യത്തിൽ ഇപ്പോഴും ഐക്യകേരളം രൂപപ്പെട്ടിട്ടില്ല എന്നതിൻ്റെ സാക്ഷ്യമാണ് ഇതുപോലുള്ള ഉദ്യോഗസ്ഥ സാന്നിധ്യം. അങ്ങനെ ഞാൻ പറയാൻ കാരണം, നമ്മളിപ്പോഴും ശരിക്കുള്ള മലയാളം സംസാരിച്ച് തുടങ്ങിയിട്ടില്ല. ശരിക്കുള്ള മലയാളം എന്നതുകൊണ്ട് ഞാൻ പറയുന്നത്, ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ചും ജനവിരുദ്ധരായ ഉദ്യോഗസ്ഥന്മാർ സംസാരിക്കുന്നത് ഒന്നുകിൽ സംസ്കൃതമാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷാണ്. അവർ മലയാളം സംസാരിച്ച് തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് കേരളത്തിലെ അധികാരഭ്രാന്ത് പിടിച്ച ഉദ്യോഗസ്ഥരെ മലയാളം സംസാരിക്കുന്ന മനുഷ്യരാക്കി മാറ്റാനുള്ള ഒരു സാംസ്കാരിക ഇടപെടൽ അനിവാര്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ ഈ ഡോക്ടർ എന്നുള്ളതിൻ്റെ മലയാളം സത്യത്തിൽ വൈദ്യർ എന്നാണ്. എന്നാൽ ഒരു ഡോക്ടറെ വൈദ്യരെ എന്ന് വിളിച്ചുള്ള പ്രതികരണം എന്തായിരിക്കും? എന്താണ് ഡോക്ടറും വൈദ്യരും തമ്മിലുള്ള വ്യത്യാസം? ഒരു വൈദ്യരോട്, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, ഒന്ന് ഇംഗ്ലീഷാണ്, ഒന്ന് മലയാളമാണ്. പക്ഷെ ഒരു വൈദ്യരോട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ വിശദമായി വ്യക്തമായിട്ട് സംസാരിക്കാം. വരുമ്പം തന്നെ വൈദ്യർ ചിലപ്പോൾ നമ്മളെ ഒന്ന് കൈങ്ങനെ കാണിച്ച് വിഷ് ചെയ്യും, കാര്യങ്ങളൊക്കെ ചോദിക്കും. എന്നാൽ ഒരു ഡോക്ടറെ കാണുകയാണെങ്കിലോ, നമുക്ക് പരിചയമുള്ള ആളാണെങ്കിൽ പോലും ഒരു വൈദ്യരെ കാണുന്നതും ഡോക്ടറെ കാണുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസത്തിന് എന്തായിരിക്കും കാരണം? ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിലൊരു കാരണം ഞാൻ പറയുന്നത്, വൈദ്യർ മലയാളമാണ്, അദ്ദേഹത്തിൻ്റെ സംഭാഷണം മലയാളമാണ്, എന്നാൽ ഡോക്ടർ മലയാളമല്ല. അപ്പോൾ ഒരുപക്ഷെ ഇവിടെ കൂടിയിരിക്കുന്നവർ വിചാരിക്കും,
പനിയുണ്ടോ എന്നൊക്കെ ഡോക്ടർ ചോദിക്കുന്നത് മലയാളത്തിലല്ലേ? അതല്ല മലയാളം. മലയാളം എന്ന് പറയുന്നത് കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ചൂരും ചൂടുമുള്ള മനുഷ്യപ്പറ്റിൻ്റെ ഒരു ഭാഷയാണ്. അത് തമിഴും അങ്ങനെ തന്നെയാണ്. തമിഴിൽ വളർത്തപ്പെട്ട മനുഷ്യരുടെ ചൂരും ചൂടും അവരുടെ മനുഷ്യപ്പറ്റും ചേർന്നതായിരിക്കണം തമിഴ്. അതുപോലെ നമ്മുടെ മലയാളം എന്ന് പറയുന്നത് ഔദ്യോഗിക മലയാളം എന്ന പരിമിതമായ അർത്ഥത്തിലല്ല. നമ്മുടെ മലയാളം ഇപ്പോഴും മലയാളമായിട്ടില്ല എന്ന് ഞാൻ പറയാൻ കാരണം, ഔദ്യോഗികമായി എല്ലാം മലയാളത്തിലാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അത് സ്വാഗതാർഹമാണ്. പക്ഷെ അതിൻ്റെ ഒരു മൗലികമായ പരിമിതി അത് ശരിക്കുള്ള മലയാളമായിട്ടില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, ഒരു അപേക്ഷ എടുത്താൽ മതി. അപേക്ഷ ഇംഗ്ലീഷിൽ നമ്മൾ മലയാളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ഒരു ചുവട് മുന്നിലായി. പക്ഷേ ആ മാറ്റിയ അപേക്ഷയുടെ സ്വഭാവം എന്താണ്? ആ മാറ്റിയ അപേക്ഷയുടെ സ്വഭാവം അധികാരത്തിൻ്റെ ഒരു ഭാഷയാണത്. ഒരു ഉദാഹരണം പറയാം. എനിക്കൊരു ജോലിക്ക് ഒഴിവിന് അപേക്ഷിക്കണം. SSLC ആണ് അതിനുള്ള യോഗ്യത. അവിടെ 10 ഒഴിവുണ്ട്. അപ്പോൾ ഞാൻ സത്യത്തിൽ എഴുതേണ്ടത്, ഇവിടെ ഇങ്ങനെ ഒരു ഒഴിവുണ്ടെന്നറിയുന്നു, എനിക്കവിടെ ജോലി ചെയ്യാൻ ആവശ്യമായ എല്ലാ യോഗ്യതകളും ഉണ്ട്, എന്നെ പരിഗണിക്കാവുന്നതാണ്, ഇത്ര എഴുതിയാൽ മതി. പക്ഷെ അതിനു പകരം നമ്മളിപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട അങ്ങയുടെ സമക്ഷത്തിങ്കലേക്ക് വിനീത വിധേയനായ ഈ എരപ്പാളി എന്നാണ്. എരപ്പാളി എന്ന് എഴുതില്ല, ഈ ഒരു വണക്കൊക്കെ കൂടി നോക്കിക്കഴിഞ്ഞാൽ ഒരു എരപ്പാളിയെ അപേക്ഷിക്കുന്നത് എന്തെന്നാൽ എന്നൊക്കെ പറഞ്ഞ് നീട്ടി ഈ ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു ജോലി, ആ ജോലിക്ക് വേണ്ടി വലിയൊരു ആമുഖം എഴുതി അതിൻ്റെ താഴെ നമ്മൾ എഴുതുന്നത് അങ്ങയുടെ വിശ്വസ്തൻ. അങ്ങനെ മുൻകൂർ വിശ്വസ്തത എന്ന് പറയുന്നത് ജീവിതത്തിൽ നിന്ന് രൂപപ്പെട്ടു വരേണ്ട ഒരു മഹത്തായ മൂല്യത്തെ നമ്മളതിൽ അടയാളപ്പെടുത്തുകയാണ്. ഞാൻ ഇത് പറയുന്നത് ഒരു കാര്യം വ്യക്തമാക്കാനാണ്. ഇത് ഇംഗ്ലീഷ് കൊളോണിയൽ അപേക്ഷയുടെ അസൽ മലയാളമാണ്. അത് മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കി വെക്കപ്പെട്ടതാണ്. എന്നാൽ ജനകീയ മലയാളം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ മുരട്ടിൽ നിന്ന് മുകളിലേക്ക് വരേണ്ട മലയാളമാണ്. ആ മലയാളം വരുമ്പോഴാണ് ഡോക്ടർ രോഗികളോട് വളരെ നേരം സംസാരിക്കുന്നത്. എത്ര തിരക്കുണ്ടെങ്കിലും പുനത്തുൽ കുഞ്ഞബ്ദുള്ളയുടെ മരുന്നിൽ ഒരു സന്ദർഭമുണ്ട്. സന്തൽകുമാർ എന്ന ഡോക്ടർ, ആ ഡോക്ടർ തൻ്റെ ജൂനിയേഴ്സിനെ പഠിപ്പിക്കുകയാണ്. മൂടിപ്പൊതച്ച് കിടക്കുന്ന അവശരായ 5-8 ആൾക്കാരുണ്ട്. എന്നിട്ട് ഇവർ എത്ര പേരുണ്ട്, ഇവരാരാണ് എന്നതിനെക്കുറിച്ച് പെട്ടെന്നൊരു കമൻറ്റ് പറയാൻ പറഞ്ഞു. അപ്പം ഒരാൾ പറഞ്ഞു 6 രോഗികൾ. അപ്പോൾ സന്തൽകുമാറിന് സംതൃപ്തിയായില്ല. സന്തൽകുമാർ എന്ന ഡോക്ടർ അടിയിൽ നിന്നുള്ള ഈ ജനകീയ മലയാളത്തിൻ്റെ മനുഷ്യപ്പറ്റിൻ്റെ ഭാഷയിൽ രൂപപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് 6 രോഗികൾ എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് തൃപ്തിയായില്ല. അയാളതിന് പാസ് മാർക്ക് ചിലപ്പം കൊടുത്തു കാണും. നെക്സ്റ്റ് എന്ന് പറഞ്ഞ് അടുത്ത ആളോട് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു 6 മനുഷ്യർ. രോഗം വരുന്നത്, മാറുന്നത്, ജീവിക്കുന്നത്, മരിക്കുന്നത്, കഷ്ടപ്പെടുന്നത്, തുള്ളിക്കളിക്കുന്നത്, പരാതിപ്പെടുന്നത്, പ്രതിഷേധിക്കുന്നത്, പുളകം കൊള്ളുന്നത് ഒക്കെ മനുഷ്യരാണ്. പക്ഷേ ആശുപത്രിയിലെത്തുന്നതോടുകൂടി രോഗം വന്നിട്ട് തന്നെയാണ് ആശുപത്രിയിലെത്തുന്നത്, രോഗി തന്നെയാണ്. പക്ഷേ അയാൾ മനുഷ്യനാണ്. അയാൾ മനുഷ്യനാണെന്ന് മറന്നിട്ട് രോഗി മാത്രമാണെന്ന് കരുതി ചികിത്സിക്കുമ്പോഴാണ് പ്രശ്നമുണ്ടാവുന്നത്. മനുഷ്യനാണ് എന്ന് കരുതി കഴിഞ്ഞാൽ രോഗം ഡോക്ടർക്കും ഏതൊരാൾക്കും വരാവുന്നതാണ്, മാറാവുന്നതാണ്, ചിലപ്പോൾ മാറാതിരിക്കാവുന്നതാണ്. അത് മറ്റൊരു വിഷയം. അപ്പോൾ സന്തൽകുമാർ എന്ന ഡോക്ടറും പിന്നത്തെ ഉത്തരം പറഞ്ഞ വിദ്യാർത്ഥിയും 6 മനുഷ്യർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എക്സാക്റ്റ്, അതിന് മാക്സിമം മാർക്ക് കൊടുത്തു കാണും. ഈ 2 പേരും ഞാൻ നേരത്തെ പറഞ്ഞ അടിയിൽ നിന്ന് വളർന്നു വന്ന മലയാളം, അതായത് ഔദ്യോഗികമായിട്ട് നമ്മൾ പറയുന്ന ഒരു മലയാളമല്ല, നമ്മളുടെ ജീവിതത്തിൻ്റെ വിയർപ്പിൻ്റെ ഉപ്പും ചോരയുടെ ചുവപ്പും നമ്മുടെ ആഹ്ലാദത്തിൻ്റെ മഴവില്ലും നമ്മുടെ ജീവിതത്തിൻ്റെ നിറപ്പകിട്ടുകളും നമ്മുടെ കണ്ണീരും നമ്മുടെ പ്രതിഷേധത്തിൻ്റെ തീയും ഒക്കെ ചേർന്ന് കരുത്തു നേടിയൊരു മലയാളമുണ്ട്. അതാണ് ജനകീയ മലയാളം. അതിനെ മാതൃഭാഷ എന്ന് പോലും വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം 2 കൊല്ലങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു
പെരിന്തൽമണ്ണക്കടുത്തൊരു സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുക്കാൻ ചെന്നപ്പോൾ ഒരു പുരസ്കാര സമർപ്പണം നടത്തണമെന്ന് എന്നോട് പറഞ്ഞു. സാധാരണ കുറച്ച് തിരക്കുള്ളത് കൊണ്ടും നിറയെ മേശപ്പുറത്ത് ഈ ട്രോഫികൾ കണ്ടതിനാലും കുറച്ച് ക്ഷീണമുള്ളതിനാലും ഞാൻ പറഞ്ഞു അത് മറ്റ് ഇവിടെയുള്ള സുഹൃത്തുക്കൾ, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ആളുകൾ വേദിയിലുണ്ട്, അവർ നൽകുന്നതല്ലേ നന്നാവുക, എനിക്കൊരല്പം തിരക്കുള്ളത് കൊണ്ടാണ്. അപ്പോൾ എന്നോട് നിർബന്ധമായിട്ട് പറഞ്ഞു അതിൽ ഒരു ട്രോഫി നൽകണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിലെന്തെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനത് ഏറ്റു. അത് മലയാള കവിതയിലും മലയാള കവിതാരചനയിലും 1ാം സമ്മാനം നേടിയ ആസാമിൽ നിന്ന് വന്ന ഹിമാദ്രി മാജി, ആസാമിൽ നിന്ന് വന്ന കുട്ടിയാണ്. ആ കുട്ടി ആസാമിൽ നിന്ന് വന്നിട്ട് ആസാമീസ് ഭാഷ സംസാരിക്കുന്നൊരു കുട്ടി ഇവിടെ വന്ന് മലയാള വിദ്യാലയത്തിൽ ചേർന്ന് മലയാളം പഠിച്ച് കവിത നന്നായി ചൊല്ലാനും കവിത എഴുതാനും അതിൽ സമ്മാനം നേടാനും കരുത്ത് നേടി. അവരുടെ മാതൃഭാഷ എന്ന് പറയുന്നത് ആസാമീസാണ്. പക്ഷേ ഇവിടെയാണ് അവരുടെ വളർത്തൽ, അവരുടെ ജീവിതം ഇവിടെയാണ്. എവിടെയാണോ ഒരു ജനതയുടെ ജീവിതം വേരുപിടിക്കുന്നത് ആ ഭാഷ എന്ന അർത്ഥത്തിലാണ് ജീവൽ ഭാഷ എന്നുപയോഗിക്കുന്നത്. മാതൃഭാഷ എന്ന് വിളിക്കാവുന്നതാണ്, വിളിക്കാതിരിക്കാവുന്നതാണ്. പക്ഷേ ജീവൽ ഭാഷ. ഓരോ അമ്മയും ആസാമീസ് അമ്മയും ഹിമാദ്രി മാജിമാർക്ക് മലയാളം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. മാതാവ് പറഞ്ഞു കേട്ട ഭാഷ എന്ന അർത്ഥത്തിലാണല്ലോ. പക്ഷേ അങ്ങനെ ഒരു ഭാഷ ഹിമാദ്രി മാജിക്ക് ആസാമിൽ വെച്ച് ലഭിച്ചിരിക്കില്ല. അവർക്ക് ഇവിടെ നിന്നാണ് കിട്ടിയത്. ഞാൻ സൂചിപ്പിക്കുന്ന ഭാഷ ഇതാണ്. അടിയിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ഈ ഭാഷ. അവിടെയാണ് ഡോക്ടറുടെ മലയാളമാണ് വൈദ്യർ. പക്ഷേ നമ്മുടെ നാട്ടിലെ ഡോക്ടർമാർ ക്ഷോഭിക്കും. അതുകൊണ്ട് തന്നെ ആശുപത്രിക്ക്, മെഡിക്കൽ കോളേജ് ആശുപത്രിൻ്റെ, താലൂക്ക് ആശുപത്രികളുടെയൊക്കെ തൊട്ടടുത്ത് ഒരു ജനപരിശോധനാ കേന്ദ്രം പ്രവർത്തിക്കേണ്ടതുണ്ട്. ഔദ്യോഗികമായി തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട്. പരിചയമില്ലാത്തവർക്ക് നല്ല സഹായങ്ങൾ ചെയ്യാനും ഒക്കെ കഴിയുന്ന തരത്തിൽ അത് ആലോചിച്ച് തുടങ്ങേണ്ടതുണ്ട് എന്നാണ്. ഇപ്പം ചെറിയ തോതിലുണ്ട്. ഭക്ഷണമൊക്കെ എത്തിക്കാൻ അതുമാത്രം പോരാ, കൂട്ടിരിപ്പ് സഹായം നൽകാൻ അതുമാത്രം പോരാ, രക്തം നൽകാൻ, ഇതൊക്കെ ഇപ്പോൾ നമ്മളെ ജനകീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സൗകര്യം ഉണ്ടായിട്ടുണ്ട്. അതുമാത്രം പോരാ, ഇതുകൂടി വേണം. ഓപ്പറേഷൻ നടത്തണമെങ്കിൽ പണം വേണമെന്ന് പറയുന്ന, ചികിത്സിക്കണമെങ്കിൽ പണം വേണമെന്ന് പറയുന്ന ഡോക്ടർ സാമൂഹ്യ വിരുദ്ധനാണ് എന്ന് പറയാൻ, അങ്ങനെ പറയാനുള്ള ഒരു ധീരത ഈ ഒരു സർവീസ് സ്റ്റോറിയിൽ പ്രകടിപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ഞാനതിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നത്. ആ സ്വാഗതം ചെയ്യൽ ഒരു പ്രവർത്തനമായിട്ട് തീരണം എന്നുണ്ടെങ്കിൽ ഒരു തുടർ പ്രവർത്തനം വായനാ സമൂഹം ഏറ്റെടുക്കണം. ആ തുടർ പ്രവർത്തനം എന്ന് പറയുന്നത് ഇതിൻ്റെ ചുറ്റും അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗം തന്നെയാണിത്. അതിൽ ജനപക്ഷത്ത് നിൽക്കുന്ന ഡോക്ടർമാർക്കും ഉൾപ്പെടെ അതിൽ പങ്കെടുക്കാവുന്നതാണ്. ആ രീതിയിൽ അത് ചെയ്യണം എന്നുള്ളതാണ് ഇത് വായിച്ചപ്പോൾ തോന്നിയ ഒരു കാര്യം. രണ്ടാമത്, നമ്മുടെ നാട്ടിൽ വളരെ വേഗത്തിൽ കത്തിപ്പടരാൻ സാധ്യതയുള്ള, വളരെ വൈകാരികമായ, പ്രത്യേകിച്ചും മതവിശ്വാസത്തിൻ്റെ മണ്ഡലത്തിൽ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ സംഘർഷം ഉണ്ടാവാറുണ്ട്. അതുണ്ടാവാൻ പാടില്ല. സംഘർഷമല്ല, നേരെ മറിച്ച് ആശയ സംവാദങ്ങളാണ് വേണ്ടത് എന്ന് നമുക്കറിയാം. എന്നാൽ ചിലപ്പോൾ സംഘർഷം ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ അത് ആവശ്യപ്പെടുന്ന ഉത്തരവാദിത്തത്തോടെ ശ്രദ്ധിച്ചാൽ അവസാനിപ്പിക്കാൻ പറ്റും. എന്നാൽ വർഗീയ കലാപങ്ങൾ അങ്ങനെയല്ല, മതപരമായ കലഹങ്ങൾ അങ്ങനെയല്ല. അതൊരിക്കൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ മുറിവ് ഉണങ്ങണമെങ്കിൽ വളരെ കാലം ആവശ്യമായിത്തീരും. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. 2015 മുഹമ്മദ് അഖ്ലാഖ് ദാദയിൽ കൊല ചെയ്യപ്പെടുന്നത്. ഭീകരമായ സംഭവമാണ്. ലോകം ശ്രദ്ധിച്ചു. വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. 2015 ലോകം ശ്രദ്ധിച്ചു, എല്ലാവരും പ്രതിഷേധിച്ചു. പക്ഷേ 2015 ശേഷമുള്ള ദാദ്രിയുടെ അവസ്ഥ എന്താണ് എന്ന് വേണ്ടത്ര ആരും പരിശോധിച്ചില്ല. ആകെക്കൂടെ കാണാൻ കഴിഞ്ഞത് 2016 ഹിന്ദു പത്രത്തിലൊരു ഫീച്ചർ വന്നു. 1 year on, ദാദ്രി ലാപ്സസ് ഇൻ ടു സൈലൻസ് എന്നായിരുന്നു അതിൻ്റെ തലക്കെട്ട്.
2016 ദാദയിൽ ആളുകളൊക്കെ ജീവിക്കുന്നുണ്ട്, ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. പഴയ സൗഹൃദമില്ല, സ്നേഹമില്ല, പരസ്പരം കണ്ടാൽ കൈപിടിച്ച് കുലുക്കുന്നില്ല, സല്യൂട്ടില്ല, വിവാഹങ്ങളിൽ പരസ്പരം പങ്കെടുക്കുന്നില്ല, ഒന്നുമില്ല. ഒരുതരം മരവിപ്പ്. മനുഷ്യ ജീവിതത്തിൽ ഈ മരവിപ്പ് വന്നു ചേരാൻ എന്താണ് കാരണം? അവിടെയാണ് 2015 ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതിനെ എങ്ങനെ മറികടക്കാം? മാറാടും ഇതുപോലെ വലിയ സംഭവം ഉണ്ടായി. പക്ഷെ അവിടെ പാട്ടും സിനിമയും സംഗീതവും വ്യത്യസ്ത ജീവിതങ്ങളുടെ ഒത്തുചേരലും ഒക്കെ രൂപപ്പെടുത്തിയിട്ട് അവിടുത്തെ അവസ്ഥ ഏറെക്കുറെ പൂർണ്ണമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷേ കുറേ മാറാൻ കഴിയും. ഈ സർവീസ് സ്റ്റോറിയിലൊരു സംഭവമുണ്ട്. അതായത് എല്ലാവർക്കും അറിയാവുന്നതാണ്, കത്തിപ്പടരാനിടയുള്ള ഒരു സംഭവം. അത് വായിച്ചപ്പോൾ എനിക്ക് ദയാബായിയുടെ പച്ചവിരൽ എന്ന ആത്മകഥയാണ് ഞാൻ ഓർത്തത്. ദയാബായി എന്ന് ഞാൻ വിവരിക്കുന്നില്ല. ഇവിടെ ഈ ബ്യൂറോക്രസിയുടെ ചരിത്രവും അതിൻ്റെ വർത്തമാനവും ഒക്കെ വിശദമാക്കിക്കൊണ്ട് കൂടുതൽ സമഗ്രമായൊരു പ്രഭാഷണം അജിത് കോളാടി, പ്രഭാഷകൻ, ചിന്തകൻ, സംഘാടകൻ എന്നീ അർത്ഥത്തിൽ മാത്രമല്ല, ഈ ഒരു സർവീസ് സ്റ്റോറി പ്രകാശനം ചെയ്യുമ്പോൾ ആ പ്രകാശനത്തിൻ്റെ ഉള്ളടക്കത്തോട് ഉയർന്ന തലത്തിൽ ഐക്യപ്പെടാവുന്ന ഒരേ ഒരു വിഷയം ബ്യൂറോക്രസിയെക്കുറിച്ചുള്ള ഒരു അപനിർമ്മാണമാണ്. അത്തരമൊരു വിഷയം ഇവിടെ അവതരിപ്പിക്കാൻ ഇരിക്കുന്നുണ്ട് എന്നുള്ളതും മറ്റ് നിരവധി പേർ, വളരെ പ്രശസ്തരും പ്രഗത്ഭരുമായ നിരവധി പേർ ഇവിടെ സംസാരിക്കാനുണ്ട് എന്നുള്ളതുകൊണ്ടും ഞാൻ വളരെ സംക്ഷിപ്തമായിട്ട് സംസാരിക്കുന്നുള്ളൂ. പക്ഷേ ഈ ഒരു പുസ്തക പ്രകാശനത്തിന് കോഴിക്കോട് നിന്ന് വരുമ്പോൾ ഒരു ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ മുന്നിലിരിക്കുന്ന ആളുകളോട് കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാതിരുന്നാൽ അതൊരു കുറ്റകൃത്യമായി തീരും എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഒരു മനുഷ്യൻ്റെ ഊർജം എന്ന് പറയുന്നതിന് തീർച്ചയായിട്ടും ഒരു മൂല്യമുണ്ട്. നമ്മുടെ വിപണിക്ക് അടയാളപ്പെടുത്താവുന്നതിനപ്പുറമുള്ള വലിയൊരു മൂല്യമുണ്ട്. ആധുനിക കാലത്തെക്കുറിച്ച്, ഉപഭോക്തൃകാലത്തെക്കുറിച്ച് ഒരു നിരീക്ഷണമുണ്ട്. എല്ലാറ്റിൻ്റെയും വിലയറിയാം, ഒന്നിൻ്റെയും മൂല്യം അറിയില്ല. ഈ പുസ്തകം മനുഷ്യൻ്റെ മൂല്യത്തെക്കുറിച്ചുള്ള, ജീവിതത്തിൻ്റെ മൂല്യത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മക്കുറിപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര സമയമില്ലെങ്കിലും തിരക്കിൻ്റെ ഒരു കാലമാണ്. 2 തരം തിരക്കുണ്ട്. അതിൽ ഇന്ന് കൂടുതലും വ്യാജത്തിരക്കാണ്, ശരിക്കുള്ള തിരക്കുമുണ്ട്. അതുകൊണ്ട് ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞേ പറ്റൂ. രണ്ടാമത് ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം ഒന്നാമത് പറഞ്ഞതുപോലെ തന്നെ പ്രധാനമാണ്. അത് ഇതിൽ പറയുന്ന സൈമൺ മാഷിൻ്റെ മൃതദേഹത്തെക്കുറിച്ചുള്ള, അത് ഈ സർവീസ് സ്റ്റോറിയിലൊരു അധ്യായമാണ്. സൈമൺ മാഷിൻ്റെ മൃതദേഹത്തിൻ്റെ പ്രശ്നം. മൃതദേഹം വലിയൊരു വെല്ലുവിളിയാണ്. ഇപ്പം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ വയനാട്ടിലെ മുണ്ടക്കയത്തെ ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളുടെ എല്ലാം കാഴ്ചപ്പാടിനെ തന്നെ അട്ടിമറിക്കുന്ന വിധത്തിലാണ്. അതിനു മുമ്പൊന്നും നമ്മൾ ആലോചിച്ചിട്ടില്ല. മൃതദേഹങ്ങൾ കിട്ടുന്നില്ല. കിട്ടുന്നത് കൈ, കാല്, വിരലൊക്കെയാണ്. ബന്ധുക്കൾ എത്ര സൂക്ഷിച്ചു നോക്കിയിട്ടും തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമ്മുടെ എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും ഞാനൊരു മണ്ണിനടിയിൽ കിടന്ന് അഴുകി കഴിഞ്ഞിട്ട് എൻ്റെ ഒരു വിരൽത്തുമ്പ് മാത്രം കിട്ടിയാൽ എൻ്റെ മകന് ഇത് എൻ്റെ അപ്പയുടെ വിരൽത്തുമ്പാണ് എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. നമ്മൾ വെറുതെ വിചാരിക്കുകയാണ്. ആ രീതിയിൽ അസ്ഥിക്കൂടം കിട്ടിയാൽ, മാംസമൊക്കെ കണ്ട് അഴുകിയിട്ട് വെറും അസ്ഥിക്കൂടം കിട്ടിയാൽ ഇന്ന ആളാണെന്ന് എങ്ങനെയാണ് മനസ്സിലാവുക? പിന്നല്ലേ മതവും ജാതിയൊക്കെ. അത്തരമൊരു പശ്ചാത്തലത്തിൽ ചൂരൽമലയിൽ ചെയ്തിരിക്കുന്നത് C12, C13 എന്നടയാളപ്പെടുത്തി. ചൂരൽമല 12, ചൂരൽമല 13 എന്ന് ടാഗ് കിട്ടിയിട്ട് കിട്ടിയ കയ്യിൻ്റെ കഷ്ണവും കാലിൻ്റെ കഷ്ണവും എല്ലാം കൂടെ ഒന്നിച്ച്, അതിൽ പല ജാതിയിൽപ്പെട്ടവരുണ്ടാവും, പല മതത്തിൽപ്പെട്ടവരുണ്ടാവും, മതമൊന്നും ഇല്ലാത്തവരുണ്ടാവും, പല പാർട്ടിയിൽപ്പെട്ടവരുണ്ടാവും. അവരെല്ലാം കൂടി ഒരു കുഴിയിൽ അടക്കുകയാണ് ചെയ്തത്. മൃതദേഹ പരിചരണത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. അത് സാധാരണ കാലത്തെ കാഴ്ചപ്പാടാണ്. എന്നാൽ അസാധാരണ കാലങ്ങളിൽ മൃതദേഹ പരിചരണം എങ്ങനെ? ഇതുമായി ചേർത്ത് വായിക്കേണ്ടതാണ്. സംഘർഷ സന്ദർഭങ്ങളിൽ മൃതദേഹ പരിചരണം എങ്ങനെ? സൈമൺ മാഷിൻ്റെ മൃതദേഹത്തെക്കുറിച്ചുള്ള ഈ സർവീസ് സ്റ്റോറിയിലെ അധ്യായം അതേറ്റവും പ്രധാനപ്പെട്ടാണ്. ഞാൻ പച്ചവിരൽ, ദയാബായിയുടെ പച്ചവിരൽ പറയാൻ കാരണം അതിൽ ഈ ഭോപ്പാലിലെ കൂട്ടക്കൊലയെക്കുറിച്ചൊരു പ്രയോഗമുണ്ട്. ഭോപ്പാലിലെ കൂട്ടക്കൊലയൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. മിഥൈൽ ഐസോസൈനേറ്റ് എന്നുള്ള വാതകം ശ്വസിച്ചിട്ട് പെട്ടെന്നാണ് മനുഷ്യർ
അർദ്ധരാത്രി ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യരാണ് ഒരുപാട് പേർ അവസാനിച്ചു പോയത്. അങ്ങനെ അവസാനിച്ചു പോയപ്പോൾ ആ റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്റ്റേഷൻ മാസ്റ്റർ ഉണർന്നു നിന്നിട്ട് പ്രവർത്തിക്കുകയും ആയിരക്കണക്കിന് ആളുകളുടെ മരണത്തെ തടഞ്ഞു നിർത്തുകയും ചെയ്തു ആ സ്റ്റേഷൻ മാസ്റ്റർ. പക്ഷെ അയാൾ ഒടുവിൽ ഈ വിഷവാതകം ശ്വസിച്ചിട്ട് അതിൻ്റെ അനന്തരഫലമായിട്ട് അയാൾ മരിച്ചുപോയി. അങ്ങനെയുള്ള ഒരു സ്റ്റേഷൻ മാസ്റ്ററെക്കുറിച്ച് ദയാബായിയുടെ പുസ്തകത്തിൽ പ്രയോഗമുണ്ട്. പക്ഷെ അയാളുടെ പേരില്ല. സത്യത്തിൽ അയാളുടെ പേര് ഏറ്റവും അനിവാര്യമാണ്, പക്ഷെ ആ പേരില്ല. പിന്നീട് അതേക്കുറിച്ച് സിനിമയൊക്കെ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരിപ്പോൾ നമുക്കറിയാം. പക്ഷെ അതല്ല പ്രശ്നം, അതിൽ പേരില്ല. അതുപോലെ ഈ സർവീസ് സ്റ്റോറിയിൽ സൈമൺ മാഷിൻ്റെ മൃതദേഹം വലിയൊരു സംഘർഷമായി. സംഘർഷമാകാൻ കാരണം ഈ മൃതദേഹത്തെക്കുറിച്ചുള്ള സംഘർഷത്തെ കേരള നവോത്ഥാനം എങ്ങനെയാണ് നേരിട്ടത് എന്നുകൂടി ആലോചിക്കാവുന്നതാണ്. ശ്രീനാരായണ ഗുരുവിനോട് ഒരു ഭക്തൻ ചോദിച്ചു, അമ്മ മരിച്ചു, വലിയ തർക്കം, കുഴിച്ചിടണോ ചെതയിൽ വെക്കണോ? അപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞത്, ദേഷ്യം പിടിച്ച് പറഞ്ഞാണ്, തമാശയായിട്ട് പറഞ്ഞാണ്, തെങ്ങിന് വളമാക്കുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹം പറയേണ്ടായി. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഒന്നും കാര്യത്തിലല്ല മനുഷ്യർ മസിൽ പിടിക്കേണ്ടത്. ഓരോരുത്തർക്കും അവരുടെ വിശ്വാസത്തിനനുസരിച്ചുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കാവുന്നതാണ്. ചിതയിൽ വെക്കുന്നവർക്ക് ചിതയിൽ വെക്കാം, ഇലക്ട്രിക് ശ്മശാനത്തിൽ അങ്ങനെ പോകാം, മറവടക്കണമെങ്കിൽ മണ്ണിൽ മറവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ഈ സർവീസ് സ്റ്റോറിയിൽ അതൊരു ചെറിയ കുറിപ്പെഴുതണമെന്ന് പോലും എനിക്ക് പ്രചോദനം ഉണ്ടായൊരു കാര്യമാണ്. അതിൽ സൈമൺ മാഷ് പണ്ഡിതനാണ്, ബൈബിൾ പണ്ഡിതനാണ്. അദ്ദേഹം മതതാരതമ്യം നടത്തുന്ന പണ്ഡിതനാണ്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ 2000 ആണ്ടിലാണെന്ന് തോന്നുന്നു അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു, മുഹമ്മദ് എന്ന പേര് സ്വീകരിച്ചു. പിന്നീട് അദ്ദേഹം ഹജ്ജ് ചെയ്തു, മുഹമ്മദ് ഹാജിയായി. എന്നിട്ട് തൊട്ടടുത്തുള്ള ഒരു പള്ളിയിൽ മരിച്ചാൽ മറവ് ചെയ്യണം എന്നയാൾ ഒസ്യത്ത് എഴുതി വെച്ചു. എന്നാൽ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൊടുക്കുകയാണുണ്ടായത്. അതൊരു സംഘർഷമായി. അത് സംഘർഷമായപ്പോൾ കുറച്ച് ആവേശമൊക്കെയുള്ള ആൾക്കാർ അങ്ങനെ വിട്ടാൽ പറ്റില്ല, നമുക്ക് പള്ളിയിൽ തന്നെ കൊണ്ടുപോയിട്ട് സംസ്കരിക്കണമെന്ന് വികാരം പ്രകടിപ്പിച്ചു. മറ്റു ചിലരാവട്ടെ കുറച്ചുകൂടി എല്ലാവിധ കർമ്മങ്ങളും ചെയ്തതിന് ശേഷം മെഡിക്കൽ കോളേജിന് കൊടുക്കാം എന്ന നിലപാടെടുത്തു. കേസ് കോടതിയിലെത്തി. കോടതി മൃതദേഹം മെഡിക്കൽ കോളേജിന് കൊടുക്കാനുള്ള മക്കളുടെ തീരുമാനത്തിൻ്റെ പിന്നിൽ നിന്നു. ഈ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു മതപണ്ഡിതൻ പറഞ്ഞത് ഈ സർവീസ് സ്റ്റോറിയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇതിൻ്റെ പേരിൽ മസിൽ പിടിക്കേണ്ട. ആ പ്രയോഗം, മസിൽ പിടിക്കാനുള്ള പ്രയോഗം ഈ സർവീസ് സ്റ്റോറിയിലില്ല. ഞാനതിൻ്റെ ഒരു പൊരുൾ, മസിൽ പിടിക്കേണ്ട കാര്യമില്ല. മരിച്ചു കഴിയുന്നതോടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. വിശ്വാസമുള്ളവർക്ക് അംഗീകരിക്കാവുന്നതാണ്, അല്ലാത്തവർക്ക് അംഗീകരിക്കാൻ ഉത്തരവാദിത്വമില്ല, അംഗീകരിക്കേണ്ട കാര്യമില്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ മരിച്ചാലും, മണ്ണിൽ മറവ് ചെയ്താലും, ചിതയിൽ വെച്ചാലും, ഇലക്ട്രിക് ശ്മശാനത്തിൽ പോയാലും, മൃതദേഹം മെഡിക്കൽ കോളേജിന് കൊടുത്താലും ആത്മാവ് ദൈവത്തിൻ്റെ അടുത്തെത്തും. അതുകൊണ്ട് അതേക്കുറിച്ച് തർക്കിക്കേണ്ട കാര്യമില്ല. അത്രയും പറഞ്ഞ് അദ്ദേഹം നിർത്തിയിരുന്നുവെങ്കിൽ അതൊരു മതസൗഹാർദ്ദ മതനിരപേക്ഷ നിലപാട് എന്ന അർത്ഥത്തിൽ സ്വാഗതം ചെയ്യപ്പെടാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, അത് ഈ സർവീസ് സ്റ്റോറിയിൽ പറയുന്നുണ്ട്. നമ്മുടെ കാലത്ത് വൈദ്യപഠനത്തെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് മൃതദേഹങ്ങൾ. അത് വേണ്ടത്ര കിട്ടാത്ത പശ്ചാത്തലത്തിൽ അത് കൊടുക്കുന്നത് അടക്കമുള്ളതിനെക്കുറിച്ചുള്ള വിശ്വാസികൾക്കടക്കം ആലോചിക്കാവുന്നതാണ്, ആലോചിക്കേണ്ടതാണ് എന്നൊരു നിരീക്ഷണത്തിലേക്ക് അത് എത്തുമ്പോഴല്ലോ അതിൻ്റെ ഔന്നത്യം വളരെ കൂടുകയാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഒരു നിർബന്ധമില്ല, അങ്ങനെ എല്ലാവരും കൊടുക്കണമെന്നോ കൊടുക്കണ്ടെന്നോ അല്ല. ഓരോ സന്ദർഭത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള വലിയൊരു മാനവികത. അങ്ങനെ നമ്മുടെ നാട്ടിലൊരു പ്രയോഗമുണ്ട്, സംഘർഷത്തിൻ്റെ മല പോലെ വന്നൊരു സംഭവം മഞ്ഞ് പോലെ മാറിപ്പോവുകയും സൗഹൃദമുണ്ടായിത്തീരുകയും ചെയ്തു. അതുകൊണ്ട് രണ്ടാമത് ഞാൻ സൂചിപ്പിക്കുന്നത്, ആദ്യം ഞാൻ സൂചിപ്പിച്ചത് ഓർക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു, മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ, ഓഫീസുകളുടെ മുന്നിലൊക്കെ ഒരു ജനകീയ പരിശോധനാ കേന്ദ്രം, നന്നായി ജോലി ചെയ്യുന്നവരെയും ഒട്ടും ജോലി ചെയ്യാത്തവരെയും പ്രയാസപ്പെടുന്നവരെയും ഒക്കെ ഉൾക്കൊണ്ട് അത് അക്കൗണ്ട് ചെയ്യുന്ന ഒരു ജനകീയ അധികാര വികേന്ദ്രണത്തിൻ്റെ ഭാഗമായിട്ട്. രണ്ടാമത് വേണ്ടത്, ഇതിൽ നിന്നൊക്കെ ഊർജം സ്വീകരിച്ചുകൊണ്ട് വെറുപ്പിനെതിരെ സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ഒരുമയുടെ എന്തൊക്കെ സാധ്യതയുണ്ടോ
മതഗ്രന്ഥങ്ങളിൽ നിന്ന്, പുരാണത്തിൽ നിന്ന്, ഇതിഹാസത്തിൽ നിന്ന്, രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്ന്, രാഷ്ട്രചരിത്രത്തിൽ നിന്ന്, എവിടുന്നൊക്കെ എന്തൊക്കെ നമുക്ക് ഐക്യത്തിന്, ഒരുമക്ക്, സ്നേഹത്തിന് സഹായകമായത് പറയാൻ കഴിഞ്ഞാൽ, വരയ്ക്കാൻ കഴിഞ്ഞാൽ, പാടാൻ കഴിഞ്ഞാൽ, ഡാൻസ് ചെയ്യാൻ കഴിഞ്ഞാൽ, നാടകമാക്കാൻ കഴിഞ്ഞാൽ, സിനിമയാക്കാൻ കഴിഞ്ഞാൽ, അതൊക്കെ ചെയ്തുകൊണ്ട് ഒരുമയുടെ ഒരു ഉരുക്ക് പോലെ ഉറച്ച ഒരു കോട്ട രൂപപ്പെടുത്തിയെടുക്കാൻ നമ്മുടെ കാലത്ത് ശ്രമിക്കേണ്ടതുണ്ട്. അതിന് ഊർജം പകരുന്ന തരത്തിലുള്ള ഒരനുഭവ വിവരണമാണ് ഈ സർവീസ് സ്റ്റോറിയിൽ ഞാനിപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ള കാര്യം. ഇതുപോലെ നിരവധി കാര്യങ്ങൾ എടുത്തു പറയാനുണ്ട്. ഇനി ഞാൻ മൂന്നാമതായി സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്, എനിക്ക് നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റിൽ ചെല്ലുമ്പോൾ, ഏതെങ്കിലും ഒരു ഓഫീസിൽ ചെല്ലുമ്പോൾ, പെൻഷന് വേണ്ടി പോകുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ, നമുക്ക് പരിചയമില്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു പരിങ്ങലുണ്ടാവുന്നുണ്ടെങ്കിൽ, അവരുടെ മുമ്പിൽ നമുക്ക് ചെറുതാവേണ്ടി വരുന്നുണ്ടെങ്കിൽ, അവരുടെ മുമ്പിൽ നമുക്ക് തലകുനിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ, അവരുടെ മുമ്പിൽ നമുക്കൊരു അപകർഷതാബോധം തോന്നുന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ കുറ്റമല്ല, അത് ഈ ബ്യൂറോക്രസിയുടെ കുറ്റമാണ് എന്ന് തിരിച്ചറിയുകയാണ് വേണ്ടത്. കാരണം നമ്മളൊരു ഓഫീസിൽ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടൊരു അപരിചിതത്വം ഉണ്ടാവും. ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളെന്തെങ്കിലും അന്യായമായ കാര്യങ്ങൾ ചെയ്തെടുക്കാനാണെങ്കിൽ ഒക്കെ നമുക്ക് ജാള്യത ഉണ്ടാവണം, നമ്മൾ തലകുലിക്കണം. നേരെ മറിച്ച് ഒരു 30 കൊല്ലം ജോലി ചെയ്ത ഒരാൾ പെൻഷൻ പറ്റിയിട്ട് അയാളുടെ പെൻഷൻ കടലാസ് ശരിയാക്കാൻ പോവുകയാണ്. ആ ശരിയാക്കാൻ പോകുന്ന സമയത്ത് അയാൾ ഈ ഒരു ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ പരിങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ, ആ പരിങ്ങി നിൽക്കുന്നതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ആ ഉദ്യോഗസ്ഥനാണ് ഏറ്റെടുക്കേണ്ടത്. അത് അയാളുടെ കുറ്റമാണ്. അങ്ങനെ പരിങ്ങി നിൽക്കേണ്ട അവസ്ഥ അയാൾക്ക് ഉണ്ടാവരുത്. 30 കൊല്ലം ജോലി ചെയ്ത ആൾ ചെല്ലുമ്പോൾ ഉടനെ തന്നെ ഇരിക്കാനൊരു കസേര കൊടുക്കണം, കുടിക്കാൻ വെള്ളം കൊടുക്കണം. വലിയ തിരക്കില്ലെങ്കിൽ ചായ വേണമെന്ന് ചോദിക്കാവുന്നതാണ്. അതൊക്കെ ഒരു മര്യാദയാണ്. അയാൾ ഇവിടുന്ന് ചായ കുടിക്കാൻ വന്നതല്ല, അയാൾ വേണ്ടാന്ന് പറഞ്ഞോളൂ. അതുകൊണ്ട് ആ വകുപ്പിൽ ഒരു ചിലവ് സർക്കാരിനോ ഉദ്യോഗസ്ഥനോ ഉണ്ടാവാൻ പോകുന്നില്ല. അതൊരു മര്യാദയാണ്. അപ്പം ചായ കുടിക്കണോ എന്ന് ഒരു പോലീസ് സ്റ്റേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്തൊക്കെ നമ്മൾ പോകുമ്പോൾ പലരും പറയുന്നത് കേട്ടിട്ട് എനിക്ക് നേരിട്ട് അനുഭവമില്ല. നേരിട്ടുണ്ട് അനുഭവമാണെങ്കിൽ നമ്മളെ പിടിക്കണമല്ലോ. ഈ പോലീസൊക്കെ പിടിച്ചാൽ, എന്തെങ്കിലും ചെറിയ കുറ്റകൃത്യമൊക്കെ ചെയ്ത് പോലീസ് പിടിച്ചാൽ തന്നെ ആദ്യം ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കത്രേ. എന്നിട്ട് വളരെ മര്യാദയായിട്ടാണ്. ഇവിടുന്ന് ആദ്യം തന്നെ ഒരു കുത്താച്ചാൽ അതും സഹിക്കുക. അതിനേക്കാൾ അപകടകരമായുള്ള ഡയലോഗാണ്. ഇടശ്ശേരിയുടെ ഒരു കവിതയിൽ പറയുന്നുണ്ട്, നീ പോയി പഠിച്ചു വരും നേരം നിങ്ങൾ അന്യോന്യം മറന്നിരിക്കും, പോയി നാം ഇത്തിരി വ്യാകരണം വായിലാക്കിയിട്ട് വരുന്നു മന്ദം, നാവിൽ നിന്ന് അപ്പോഴേ പോയി കഴിഞ്ഞു നാനാ ജഗന്മനോ രമ്യ ഭാഷ. ഈ നാനാ ജഗന്മനോ രമ്യ ഭാഷയായിട്ട് ഓഫീസ് മാറണം. അവിടുത്തെ ഭാഷ ഈ നാനാ ജഗന്മനോ രമ്യ ഭാഷയായിരിക്കണം. അതിന് പകരം ഇതെല്ലാം മറന്നു പോവുകയാണ്, എല്ലാ കാര്യങ്ങളും മറന്നു പോവുകയാണ്. ഈ പോലീസിൻ്റെ ഒക്കെ കാര്യം വളരെ കഷ്ടമാണ്. പിന്നെ ആകെക്കൂടെ ഒരു സമാധാനം പോലീസിനും നാട്ടുകാർക്കും ഉള്ളത് ഇയാൾ റിട്ടയറായിട്ട് നാട്ടിൽ വരുന്നുള്ളതാണ്. അത് പോലീസിനും സമാധാനമാണ്, നാട്ടുകാർക്കും സമാധാനമാണ്. രണ്ടർത്ഥത്തിലാണെന്ന് മാത്രം. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ രീതിയിൽ ഒരു അധികാരം, ഇതേക്കുറിച്ച് അൽത്തൂസർ അത് ഞാൻ കൂടുതൽ വിശദമാക്കുന്നില്ല. അൽത്തൂസർ പറയുന്നുണ്ട്. അതായത് പ്രശസ്ത മാർക്സിസ്റ്റ് സൈദ്ധാന്തികനാണ് അൽത്തൂസർ. അദ്ദേഹം പറയുന്നുണ്ട്, ഭരണകൂടത്തിൻ്റെ 2 അപ്പാരറ്റസിനെ കുറിച്ച്, യന്ത്രങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതിലൊന്ന് ഈ പത്രം, റേഡിയോ, ടെലിവിഷൻ, കുടുംബം, വിദ്യാഭ്യാസം, ഇതൊക്കെയാണ്. ഇത് ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് ആണ്. അത് ആശയപ്രചാരണത്തിലൂടെയാണ് നമ്മളെ കീഴ്പ്പെടുത്തുന്നത്. മറ്റത് റിപ്രസീവ് സ്റ്റേറ്റ് അപ്പാരറ്റസ്, ആളത്തല്ലി യന്ത്രം, പോലീസ്, പട്ടാളം, ജയില്. ഇതിൽ അഡ്മിനിസ്ട്രേഷൻ എവിടെയാണ് നിൽക്കുക? അഡ്മിനിസ്ട്രേഷൻ ഇത് രണ്ടുമാണ്. ഇത് ആളെ കൊല്ലിയുമാണ്, ആളെ കുടിക്കുകയാണ്, ആളെ ചേർത്ത് പിടിക്കുന്നതുമാണ്. പല രീതിയിൽ അതിന് ഈ അഡ്മിനിസ്ട്രേഷൻ. അതുകൊണ്ടാണ് ഗബ്രിയോ ഗാർഷ്യോ മാർക്കോസ് പറയുന്നുണ്ട്, വെടിയുണ്ടകൾ കൊണ്ട് മാത്രമല്ല ഉത്തരവുകൾ കൊണ്ടുകൂടിയാണ് അവർ നമ്മെ കൊന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഓർഡറങ്ങ് ഇറക്കിയാൽ മതി, എല്ലാം കീഴ്മേൽ മറിയും. ഇപ്പോൾ കേരളത്തിൽ, എൻ്റെ സമയമായാൽ അധ്യക്ഷൻ പറയണേ, ഞാൻ ഈ കോഴിക്കോട്ട് നിന്ന് വന്നു എന്നുള്ളതുകൊണ്ട് എനിക്കൊരു റൈറ്റ് ഉണ്ട്. നമ്മുടെ അവകാശം നമ്മൾ ഉപയോഗിക്കണം, അത് അനിവാര്യമാണ്. ഞാൻ പൊന്നാനി കോളേജിൽ രണ്ട് മാസം വർക്ക് ചെയ്തിട്ടുണ്ട്.
ഡെയിലി വേജിന്. അന്ന് ഞാൻ MPhil പഠിക്കുകയാണ്, കയ്യിൽ തീരെ പൈസ ഇല്ല. അപ്പോൾ MM വിളിച്ച് പറഞ്ഞു, കയ്യാൻ ഇവിടെ ഫാത്തിമ ടീച്ചറുടെ മെറ്റേണിറ്റി അവധിയുണ്ട്, എത്ര മാസം കിട്ടുമെന്ന് ഞാൻ ചോദിച്ചു. പരമാവധി 2 മാസമേ കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഏകദേശം എത്ര പൈസ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ പൈസയൊക്കെ പറഞ്ഞു. ഇവിടുത്തെ ചിലവൊക്കെ കൂട്ടി, പിന്നെ ഇവിടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉള്ളതുകൊണ്ട് ചിലവൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ MPhil കോളായി. ഞാനിവിടെ വന്നു. അങ്ങനെ 2 മാസം ഞാനിവിടെ ജോലി ചെയ്തിട്ടുണ്ട്. അതല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ അന്നാണ് ഞാനിവിടെ പ്രസംഗിക്കുന്നതെങ്കിൽ ഞാനൊരു 5 മിനിറ്റ് പ്രസംഗിച്ച് നിർത്തും, കാരണം ഞാൻ ഇവിടെ തന്നെയാണല്ലോ ഉള്ളത്. പക്ഷേ ഇത് ഞാൻ ഈ കിലോ കണക്കിൽ ഊർജം കണക്കാക്കിയാൽ ഒരു 500 കിലോ ഊർജം ചെലവഴിച്ച് വന്നിരിക്കുക. എന്നിട്ട് ഇവിടെ ഒരു 1/2 കിലോ ഊർജം മാത്രം വിനിമയം ചെയ്തു പോയാൽ ബാക്കി വരുന്ന 499.5 കിലോ ഊർജം എന്നെ വിചാരണ ചെയ്യും, ഇത് കുറ്റകൃത്യമാണ് എന്ന് പറയും. അതുകൊണ്ട് ഞാൻ എന്ന് വിചാരിച്ചത് ഒരു 4-5 മിനിറ്റിലധികമാകും എന്ന് ഭയപ്പെടേണ്ടതില്ല. ഞാൻ പറഞ്ഞു വരുന്ന പ്രശ്നം ഇതാണ്. നമ്മൾ അൽത്തൂസ പറയുന്നത് ഈ രണ്ടും, അതായത് ആളക്കൊല്ലി യന്ത്രവും അതുപോലെ തന്നെ പ്രത്യയശാസ്ത്ര യന്ത്രവും, ഇത് രണ്ടിൻ്റെയും ഒരു മിക്സാണ് സത്യത്തിൽ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി ചേർന്നാണ്. അവിടുന്ന് ആരും ചവിട്ടൊന്നുമില്ല, പക്ഷെ ചവിട്ടിനേക്കാൾ വലിയ പ്രശ്നങ്ങളുടെ ചവിട്ട് അപ്പം കിട്ടുന്നതാണ്. ഒരു 1/2 ലിറ്റർ കുഴമ്പ് വാങ്ങിയിട്ട് തേച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നം തീരും. നേരെ മറിച്ച് ഇതിൽ പറയുന്നുണ്ട്, ഫയലിനെ കുറിച്ചൊരു അധ്യായമുണ്ട് ഇതിൽ. ഫയലിൽ കുരുങ്ങിയ ജീവിതങ്ങൾ. അതിൽ കുരുങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കൽ അതിൽ കുരുങ്ങിയവർക്ക് മനസ്സിലാക്കാൻ പറ്റും, അതിന്ന് പിന്നെ പുറത്ത് കടക്കണമെങ്കിൽ വലിയ പ്രയാസമാണ്. ഞാൻ പറഞ്ഞു വരാൻ ഉദ്ദേശിച്ചതല്ല. 908 കേരളത്തിൽ യോഗക്ഷേമ സഭ നമ്പൂതിരിമാർക്ക് ഒരു നവോത്ഥാന സമുദായ പരിഷ്കരണ പ്രസ്ഥാന രൂപം കൊണ്ടത്. അതിലെ ഒരാവശ്യം നമ്മളെ ഇന്നും കൗതുകപ്പെടുത്തും. അതിലൊരാവശ്യം എന്താണെന്ന് പറഞ്ഞാൽ, അന്നത് അവർക്ക് വേണ്ടി അവരുന്നയിച്ച ആവശ്യമാണ്. പക്ഷെ അന്നത്തെ ഒരു ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് പോലും നമ്മളെ അത് പിടികൂടിയിരിക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ തേക്കിലുള്ള അവകാശം. തേക്ക്, കേരളത്തിൽ നിന്നുള്ള തേക്കാണ് മക്കയിലേക്ക് വരെ കൊണ്ടുപോയത് എന്ന് CK കരീം തൻ്റെ ചരിത്ര പഠനങ്ങളിൽ പറയുന്നുണ്ട്. വലിയ സംഭവമാണ് കേരളത്തിലെ തേക്ക്. അപ്പോൾ ആ തേക്ക് മുറിക്കാനുള്ള അവകാശം ബ്രിട്ടീഷുകാർക്ക് മുമ്പ് ആ പറമ്പിൻ്റെ ഉടമകൾക്കുണ്ടായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാർ വന്നതോടെ പറമ്പിലെ തേക്ക് മുറിക്കാനുള്ള അവകാശം സർക്കാരിനായി. അപ്പോൾ അതുകൊണ്ട് യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ ആവശ്യം പറമ്പിലെ തേക്ക് മുറിക്കാൻ ഞങ്ങൾക്ക് അവകാശം വേണമെന്നാണ്. 2024 അന്നത്തെ നിയമമാണ്, നമ്മളെ പറമ്പിലെ തേക്ക് നമുക്ക് മുറിക്കാൻ പറ്റില്ല. പിന്നെ നമുക്കത് മാവ് എന്നൊക്കെ പറഞ്ഞ് മുറിക്കാം, അതൊക്കെ ആൾക്കാർ മുറിക്കും. അതിനൊക്കെ മലയാളത്തിൽ ഒരുപാട് വഴികളുണ്ട്. അത് ആരും ചോദിക്കും, ഇത് മാവാണ്, അത് ഇവിടുത്തെ മാവ് ഇങ്ങനെയാണ്, വളം കുറഞ്ഞുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞായിട്ട് മുറിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഇത് മുറിക്കാൻ ആഹ്വാനം ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം എന്താണെന്ന് പറഞ്ഞാൽ, ഒരിക്കലൊരു ജനവിരുദ്ധ ഉത്തരവ് വന്നു കഴിഞ്ഞാൽ അത് ജനവിരുദ്ധമാണെന്ന് മനസ്സിലായി കഴിഞ്ഞാലും അത് മാറിക്കിട്ടാനുള്ള പാട് വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ആ അർത്ഥത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെങ്ങനെ മാറണം എന്നുള്ളതിനെക്കുറിച്ച് മാർക്യോസിൻ്റെ കോളറക്കാലത്തെ പ്രണയത്തിലാണെന്ന് തോന്നുന്നു ഒരു സംഭവമുണ്ട്. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക, ഇത്രയേ ഉള്ളൂ. അതിലൊരു ക്ലർക്കുണ്ട്, ഒരു ഗുമസ്തൻ. അപ്പോൾ അയാൾ സാധാരണ ഇതിൽ പലതരം കത്തുകൾ എഴുതേണ്ടി വരും, ഔദ്യോഗിക രേഖകൾ. പിന്നെ ബില്ല് എഴുതേണ്ടി വരും. പിന്നെ ചട്ടപ്പടിയുള്ള ബിസിനസ് കത്തുകൾ എഴുതേണ്ടി വരും. അപ്പോൾ അതിൽ പറയുന്നത്, അയാൾ എഴുതിയ ഔദ്യോഗിക രേഖകൾ പോലും പ്രേമത്തെക്കുറിച്ചാണെന്ന് തോന്നിപ്പിച്ചു. അയാൾ ബില്ല് എഴുതുമ്പോൾ പോലും അതിലേക്കൊരു താളാത്മകത കടന്നു വന്നു. ചിട്ടപ്പടിയുള്ള ബിസിനസ് കത്തുകളിൽ പോലും കാവ്യാത്മകത കടന്നു വന്നതിനാൽ അതിലെ അധികാരധ്വനികളൊക്കെയും ചോർന്നുപോയി എന്നൊരു പ്രയോഗമുണ്ട്. നമുക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ പറയാം, LICയുടെ പോളിസിയുടെ പിറകിലുള്ള ഇംഗ്ലീഷ് ഉണ്ടല്ലോ, അതൊന്ന് വായിച്ചു നോക്കണ്ടേ. സാമാന്യ ഇംഗ്ലീഷ് മനസ്സിലാക്കുന്നവർക്കും അത് മനസ്സിലാവില്ല.
അങ്ങനെ അത് എഴുതേണ്ട കാര്യമൊന്നുമില്ല. അതൊരു തുടർച്ചയാണ്. അതാണ് ഒരു രീതി സ്വീകരിച്ചു കഴിഞ്ഞാൽ അധികാരത്തിൻ്റെ ഒരു രീതി അതാണ്. എന്നാൽ വിമോചനത്തിൻ്റെ രീതി അതല്ല. വിമോചനം തത്സമയ സംവാദത്തിലൂടെ സർഗാത്മകതയുടെ സമാന്തര ലോകങ്ങൾ സൃഷ്ടിക്കും. അധികാരമാകട്ടെ അത് മുമ്പേ തയ്യാറാക്കിയ റെയിലിലൂടെ ഉരുണ്ടുകൊണ്ടേയിരിക്കും. അതിനായിരുന്നു പുറത്തു കടക്കാൻ പറ്റില്ല. അതുകൊണ്ട് സത്യത്തിൽ ഈ സർവീസ് സ്റ്റോറിയെ ഞാൻ കാണുന്നത് അധികാരത്തിനെതിരെയുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രതിരോധം. ആ പരിമിതികളിൽ നിന്നുകൊണ്ടാണ്. പരിമിതികളിൽ നിന്നുകൊണ്ട് നിലവിലുള്ള വ്യവസ്ഥക്കകത്ത് നിന്ന് വെച്ച് നമുക്ക് കുറേയൊക്കെ ചെയ്യാൻ പറ്റും. ഒരു ഉദാഹരണം പറയാം. എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്നും എന്താണ് ചെയ്യേണ്ടിയിരുന്നതെന്നും 1948 മഹാത്മാഗാന്ധിയെ കൊന്നപ്പോൾ ആ കൊലയെ ന്യായീകരിച്ചിട്ട് 5.5 മണിക്കൂർ നേരം നാഥുറാം വിനായക് ഗോഡ്സെ സംസാരിച്ചു. പുണ്യപ്രവർത്തനം അവകാശപ്പെട്ടു. അയാൾ ആകെ ക്ഷീണിക്കല്ലോ. 5.5 മണിക്കൂർ സംസാരിച്ചാൽ ആരും ക്ഷീണിക്കും. അയാൾ ജയിലിലെത്തിയപ്പോൾ അയാൾക്ക് അവിടെ സ്വീകരണമാണ് കിട്ടിയത്. സ്വന്തം രാഷ്ട്രപിതാവിനെ കൊന്നത് ന്യായീകരിച്ച ഇന്ത്യ കണ്ട ആദ്യത്തെ ഭീകര കൊലയാളിക്ക് സ്വീകരണം. എന്നിട്ട് അയാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇംഗ്ലീഷ് കോഫി ഉണ്ടാക്കി കൊടുത്തത് ജയിൽ സൂപ്രണ്ടാണ്. ജയിൽ സൂപ്രണ്ട് കോഫി ഉണ്ടാക്കി കൊടുത്തു. എന്നാൽ 2020 80 വയസ്സ് കഴിഞ്ഞ സ്റ്റാൻ സ്വാമി എന്ന് പറയുന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ, പാർക്കിൻസൺ രോഗം, വെള്ളം കുടിക്കാൻ ഗ്ലാസ് ഇങ്ങനെ വെച്ചാൽ കൈ വിറയ്ക്കും. അയാൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു സ്ട്രോ വേണം. ആ ജയിലിലെ ഒരു സാധാരണ ഉദ്യോഗസ്ഥന് ഒരു സ്ട്രോ അങ്ങ് കൊടുത്താൽ മതി. കൊടുത്തില്ല. സുപ്രീം കോടതി പറയേണ്ടി വന്നു. അപ്പം നാഥുറാം വിനായക് ഗോഡ്സെക്ക് കോഫി ഉണ്ടാക്കി കൊടുക്കാൻ ജയിൽ സൂപ്രണ്ട്. മനുഷ്യാവകാശ പക്ഷത്ത് നിൽക്കുന്ന 80 വയസ്സ് കഴിഞ്ഞ ഒരു പാർക്കിൻസൺ രോഗിയായ സ്റ്റാൻ സ്വാമിക്ക് വെള്ളം കുടിക്കാൻ ഒരു സ്ട്രോ കൊടുക്കാൻ കഴിയാത്ത മനുഷ്യർ. അതിന് നിയമമില്ലാത്തതുകൊണ്ടൊന്നുമല്ല, ഒരു സ്ട്രോ പൊട്ടിത്തെറിക്കുന്ന വസ്തുവൊന്നുമല്ല. നിലനിൽക്കുന്ന നിയമത്തിൻ്റെ അകത്ത് വെച്ച് ചെയ്യാവുന്ന കാര്യമുണ്ട്. അതുപോലും ഉദ്യോഗസ്ഥ മുരടത്തരം കൊണ്ട് നടക്കാതെ പോയതിൻ്റെ എത്രയെത്രയോ ഉദാഹരണങ്ങളുണ്ട്. അതിനെ വിശകലനം ചെയ്യുന്ന, അതിനെതിരെ പൊരുതിയ, ധീരമായി നിവർന്നു നിന്ന മലയാളിയുടെ അഭിമാനമായ ഒരു ഉദ്യോഗസ്ഥൻ്റെ തുറന്നു പറച്ചിൽ, ആ തുറന്നു പറച്ചിൽ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകം ഈ പ്രബുദ്ധ സദസ്സിൻ്റെ മുമ്പിൽ പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞതിലുള്ള ആഹ്ലാദവും അഭിമാനവും അനുഭവിച്ചുകൊണ്ട്, ഞാൻ സ്വയം അനുഭവിച്ചുകൊണ്ട്, ഇത് വായിക്കുന്ന ഓരോരുത്തർക്കും അത് അനുഭവിക്കാൻ കഴിയുമെന്ന് അതിലൊരു അടിക്കുറിപ്പുണ്ട്. വായിക്കാത്തവർക്ക് അതെങ്ങനെ അനുഭവിക്കാനാണ്? അതുകൊണ്ട് സ്വന്തം കാപ്പയിൽ നിന്ന് പണമെടുത്ത്, അടുത്തുള്ള ആളുടെ പോക്കറ്റിൽ നിന്ന് എടുക്കരുത്, സ്വന്തം കാപ്പയിൽ നിന്ന് പണമെടുത്ത് പുസ്തകത്തിൻ്റെ ഒരു കോപ്പിയെങ്കിലും മിനിമം വാങ്ങി ഇന്നു മുതൽ വായിച്ചു തുടങ്ങണം. വായിച്ചിട്ടില്ലാത്തവർ എന്നുകൂടി ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.